ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ടൈലറിങ് പഠിച്ചാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടൈലറിങ്ങിന് ആവശ്യമുള്ള ബേസിക് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കാണാം. നിങ്ങൾക്ക് ടൈലറിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ബേസിക് തൊട്ട് തന്നെ പഠിക്കാം. ഇപ്പോൾ മിക്കവാറുമുള്ള വീടുകളിലൊക്കെ ഒരു മെഷീൻ കാണുമല്ലേ, പക്ഷേ അവർക്കൊന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ എവിടെ പോയി പഠിക്കണം, അതിനുള്ള സമയമില്ലല്ലോ, ഇത്രയും ഏജ് ആയല്ലോ, ഇനി എവിടെ പോയി പഠിക്കാൻ എന്നൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ പോലും ഞാൻ ബേസിക് തൊട്ട് നിങ്ങൾക്കിതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിന് ആവശ്യമുള്ളത് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലൊരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ മെഷീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ബോബിൻ കാണും, ബോബിൻ ഗ്യാസ് ഉണ്ടായിരിക്കും. പിന്നെ അതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള നീഡിലും കാണുമല്ലേ. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിനുള്ള നീഡിൽ വേണം. അതിനുശേഷം നമുക്ക് വേണ്ടത് സിസേഴ്സാണ്. നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഒരു സിസേഴ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുകൊണ്ട് ക്ലോത്ത് മാത്രം തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഈ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പേപ്പറോ ക്യാൻവാസ് അത് ഏതും തന്നെ കട്ട് ചെയ്യാനേ പാടില്ല. അത്രയ്ക്കും നീറ്റായിട്ട് തന്നെ നിങ്ങളത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ത്രെഡാണ്. ഇതുപോലത്തെ ത്രെഡ് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ച് വെച്ചിരിക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ടാപ്പ് ആവശ്യമുണ്ട്. ഈ ടാപ്പിൻ്റെ മെഷർമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ക്ലോത്താണ്, അതായത് കോട്ടൺ ക്ലോത്താണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കോട്ടൺ ക്ലോത്തിനായിട്ട് നിങ്ങളുടെ ഓൾഡ് നൈറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഓൾഡ് സാരി, അതുപോലെ ചുരിദാർ, കോട്ടൺ തന്നെയാണ് നിങ്ങളിത് സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഒരു ക്ലോത്ത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളിതുപോലെ വില കുറഞ്ഞിട്ടുള്ള ലൈനിങ് നമുക്ക് കിട്ടും. അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കേണ്ടതാണ്. നിങ്ങൾ തമിഴ്നാട്ടിലിരുന്നാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷൻ കടയിൽ ഇതുപോലത്തെ ക്ലോത്ത് കിട്ടും അല്ലേ, അതായത് മുണ്ട് കിട്ടും, വേസ്റ്റ് കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ ഇത് നിങ്ങൾ വാഷ് ചെയ്താൽ അത് കുറച്ച് വാഷ് കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് മാറും. അതുകൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്യാതെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ കേരളത്തിൽ ഉള്ളവരായാലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സെറ്റ് സാരി കാണുമല്ലേ, അതും ഇതുപോലെ കൂടുതൽ വാഷ് ചെയ്താകുമ്പോൾ അതും അതിൻ്റെ തിക്നെസ് കുറയും. അതുകൊണ്ട് കൂടുതൽ വാഷ് ചെയ്യാതെ ഇതുപോലത്തെ കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാരണവശാലും ഇതുപോലത്തെ ക്ലോത്ത് അല്ലെങ്കിൽ ഇതുപോലെ പൂനം ക്ലോത്ത്സ് ഒന്നും യൂസ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കത്തില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകും. ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ സ്റ്റിച്ചിങ് ഒന്ന് വെറുത്ത് പോകും. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ഭയങ്കര ഒരു കഷ്ടം പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാൻ്റെ മൈൻഡ് വരത്തില്ല. അതുകൊണ്ട് ഏത് കാരണവശാലും നിങ്ങൾ അതുപോലത്തെ ക്ലോത്ത്സ് എടുക്കാൻ പാടില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുപോലത്തെ ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായത് ഇതുപോലത്തെ ഹൂക്കാണ്. ഇതിൽ നമുക്ക് കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇതുപോലത്തെ ഹൂക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലത്തെ ഹൂക്സുകളും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഹൂക്സ് കൂടി നിങ്ങൾ വാങ്ങി വച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടൈലറിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചേർന്ന് പഠിക്കാം. താങ്ക് യു.